അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹലോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്, ഡൽഗോണ കോഫി. ഇപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയും എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കാപ്ഷീനോൻ്റെ ഫാമിലി തന്നെയാണ്. കാപ്ഷീനോ കുറച്ച് ചൂടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഇത് നല്ല തണുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് കാപ്ഷീനോ പോലെ തന്നെ ആദ്യം ഒരു കോഫീൻ്റെ ക്രീം ഉണ്ടാക്കണം. അതിന് ശേഷമാണ് പിന്നെ പാലുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കോഫീൻ്റെ പൗഡറും പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം ആക്കിയെടുക്കുക. ഞാനിവിടെ ബ്രൂൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് ബ്രാൻഡാണോ എടുക്കുന്നത് അത് എത്ര അളവിലാണോ എടുക്കുന്നത് ബാക്കിയുള്ളതും ആ ഒരു അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിൽ തന്നെ 3-3.5 സ്പൂണോളം പഞ്ചസാരയും എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രീം കുറച്ചും കൂടെ എന്താ പറയുക, കോഫീൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന നല്ല ഹെവി ആയിട്ടുള്ളൊരു ക്രീമായിരിക്കും. അപ്പോൾ അതിൽ അത്രയും ഹെവി വേണ്ട എന്നുള്ള ആൾക്കാർക്ക്, മൈൽഡായിട്ട് മതി എന്നുള്ള ആൾക്കാർക്ക് കോഫി പൗഡർ കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് അതേ സ്പൂണിൽ തന്നെ ഒരു 3 സ്പൂൺ ചൂടുവെള്ളവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ അളവ് കൂടണ്ട. പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന് പകരം പാലും ചേർക്കണ്ട. കാരണം പാല് ചേർത്താൽ നല്ല ക്രീമായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഇതിന് മുമ്പ് കാപ്ഷീനോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ ചൂടുവെള്ളത്തിന് പകരം പാലിട്ടിട്ടൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കി, പക്ഷെ അത്ര ക്രീമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിന് കണക്കായിട്ടുള്ള കോഫി പൗഡറും ഷുഗറും ചൂടുവെള്ളം ഇട്ടിട്ട് നല്ല ക്രീമായിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് ഫോർക്ക് യൂസ് ചെയ്യാം, ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യാം, മുട്ടടിക്കുന്നതുണ്ടല്ലോ കൈകൊണ്ട് തന്നെ, അതെടുക്കാം. പക്ഷേ എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട്, ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ടാകുമ്പം പെട്ടെന്ന് നമുക്ക് ക്രീമായിട്ട് കിട്ടും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ക്രീമായിട്ട് കിട്ടും. അതല്ല നമ്മൾ ഈ വിസ്കും മറ്റേ ഫോർക്കൊക്കെ എടുക്കുന്നതാണെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടിയും നല്ല കളറ് കിട്ടുന്നതും നല്ല സ്റ്റിഫായിട്ട് നല്ലൊരു സിൽക്കി ക്രീമായിട്ട് വരുന്നതും നമ്മൾ കൈ കൊണ്ട് ബീറ്റ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പം നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബൗൾ നമ്മൾ കമഴ്ത്തി വെച്ചാലും ക്രീം അങ്ങ് വീണു പോകില്ല. ആ ഒരു തരത്തിൽ നമ്മൾ ക്രീം ഇങ്ങനെ അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കോഫി ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പം സെർവിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതാണ് കാപ്ഷീനോവും ഡൽഗോണ കോഫിയും ഒക്കെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് കോൾഡാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഐസ് ക്യൂബ്സ് ഞാനിപ്പം ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തണുത്തിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലൊരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളത് ക്രീമാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പാല് കാച്ചിയതിന് ശേഷം നന്നായി ചൂടാറിയിട്ട് പിന്നെ ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെച്ചതായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ഭാഗത്തിൻ്റെ അടുത്ത് പാലൊഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ക്രീം ഇതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ അങ്ങ് സ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പം പാലിലേക്ക് അങ്ങ് മിക്സ് ആയി പോകില്ല. ഇതിങ്ങനെ ഡാൻസ് കളിക്കും മേലയിൽ നിന്നിട്ട്. നല്ല കാണാൻ നല്ല രസമുണ്ട്. ഇനിയിപ്പം ഈ ഒരു കപ്പിൽ ബാക്കിയുള്ളത് ക്രീം നന്നായി വെച്ചിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലെവലാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി ലെവലാക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൗത്ത് കൊറിയൻ ബിവറേജാണ്, സ്ട്രീറ്റ് ബിവറേജാണ്. അവർ 1970s തൊട്ടുള്ളതാണ് അവിടെ. പക്ഷേ ഇവിടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വന്നത് ഈ ഒരു ജനുവരിയിലൊക്കെയാണ്. അത് ക്വാറന്റൈനിലുള്ള സമയത്ത് ഒരു കൊറിയൻ ആക്ടർ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു കോഫി മേക്ക് ചെയ്യുന്നത് വീഡിയോ സ്പ്രെഡായി. അങ്ങനെയാണ് പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുന്നതും. പിന്നെ അത് ടിക്ടോക്കിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഇതൊരു ചലഞ്ചായി മാറി. അപ്പം ഉണ്ടാക്കിയപ്പം നല്ല അടിപൊളി ടേസ്റ്റ്, കുറച്ചും കൂടെ ഹെവിയാണിത്. അപ്പോൾ കുറച്ച് മൈൽഡായിട്ട് മതി എന്നുള്ള ആൾക്കാർക്ക് ക്രീം വെച്ച് കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ലെവലാക്കി വരുമ്പോൾ അങ്ങനെ അങ്ങ് കൂടിപ്പോയതാണ്. ശരിക്കും കുറച്ചിടാന്നാണ് വിചാരിച്ചത്. അടിപൊളിയാണിത്. വീട്ടിലുണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറ. പുതിയ റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.